ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പഴം പുളിശ്ശേരിയാണ് കേട്ടോ. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ്. സാധാരണ സദ്യക്ക് മാമ്പഴ പുളിശ്ശേരിയോ അല്ലെങ്കിൽ പഴം പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഒന്ന് നെടുകീറാം. എന്നിട്ട് ഇപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 പേർക്കുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഏത്തപ്പഴം എടുക്കുമ്പോൾ മധുരമുള്ള പഴം കൂടി ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പഴം വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇതിനൊരു കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, ഒരു നുള്ള് ചെറിയ ജീരകം, ഒരു ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ തേങ്ങ നന്നായി അരച്ചതിലേക്ക് പച്ചമുളക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. പച്ചമുളക് ആദ്യം ഇടേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ആയാൽ മതി. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ചേർക്കണം, മുന്നേ നിൽക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോയിട്ടില്ല, ഇങ്ങനെ തരിതരിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് പഴത്തിലേക്ക് ചേർക്കാം. ഈ പഴത്തിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു പഴം ചേർത്തിട്ടുള്ളൂ, 2 പഴം വരെ ചേർക്കാട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് പഴത്തിൻ്റെ കഷ്ണം കുറേ ഉണ്ടാവും. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇനി ഈ അരപ്പൊന്ന് തിളക്കട്ടെ കേട്ടോ. മിക്സിയുടെ സെയിം ജാറിലേക്ക് തന്നെ കുറച്ച് നല്ല പുളിയുള്ള തൈര് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് മിക്സി ഓണാക്കുക, ഓഫാക്കുക, അത്രയും ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ തൈര് അങ്ങോട്ട് മോരായിപ്പോവും. ഈ ചേർത്തിരിക്കുന്ന അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഒരു നുള്ള് മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ്, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തിള വരുമ്പോൾ തന്നെ ഇത് കറി നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഞാൻ ചേർത്തേക്കണ പഴത്തിന് നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല മധുരമുണ്ട്. ഇനി മധുരം നമുക്ക് നല്ലപോലെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാം. അതുപോലെ പഴത്തിൻ്റെ കഷ്ണം അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴം കൂടെ ചേർക്കാം കേട്ടോ. പുളിശ്ശേരി ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെറിയൊരു ബബിൾസ് വന്നാൽ അപ്പം തന്നെ ഓഫ് ചെയ്തേക്കാം കേട്ടോ, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും. അങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി ആ മോര് കറിയിലേക്ക് ഒന്ന് നമുക്ക് വറുത്തിടണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ ഉള്ളി, ഒരു വറ്റൽമുളക്, ഇച്ചിരി കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാട്ടോ നെയ്യ് ഇങ്ങനെ ചേർത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ കടുക് വറുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ നെയ്യിൻ്റെ അകത്ത് കടുക് വറുക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കട്ടെ. പക്ഷേ ഇതിനകത്ത് നെയ്യ് എന്തായാലും കുറച്ച് ചേർക്കണം കേട്ടോ. കാരണം മോരുകറി ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതിൻ്റെ അകത്ത് കുരുമുളകും പിന്നെ നെയ്യും ചേർക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. സദ്യ ഐറ്റമായിട്ടുള്ള പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ.
ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.